കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവത്തിനടുത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവം തന്റെ സൃഷ്ടികളിലൂടെ പ്രകൃതിയിലൂടെ തന്നെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതിനാൽ മനുഷ്യൻ ദൈവത്തെ അറിയില്ലായിരുന്നു എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ ഈ അറിവ് ലഭിച്ചിട്ടും മനുഷ്യൻ ചെയ്ത തെറ്റും അതിന്റെ അനന്തരഫലവുമാണ് പൗലോസ് ഈ വേദഭാഗത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറിവുണ്ടായിട്ടും ആദരിച്ചില്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തില്ല. ദൈവത്തിന് വേണ്ടുന്ന നന്ദി പറയുവാൻ അവർ വിസമ്മതിച്ചു. ഇതാണ് അടിസ്ഥാനപരമായ ഒരു മനുഷ്യന്റെ വീഴ്ച. ചിന്തകൾ വ്യർത്ഥമായിപ്പോയി. ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ മനുഷ്യന്റെ ചിന്തകൾ ഫലമില്ലാതെയായി. സത്യത്തിന് പകരം അവർ വ്യാജത്തെ ആരാധിച്ചു. ഹൃദയം ഇരുളടങ്ങിപ്പോയി. സത്യത്തെ അവർ മാറ്റി നിർത്തി വ്യാജത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഹൃദയം ഇരുളടങ്ങിപ്പോയി. അവർ അന്ധകാരത്തിലായി. ഇത് അവരെ വിഗ്രഹാരാധനയിലേക്കും സകല മ്ലേച്ഛതകളിലേക്കും മനുഷ്യരെ നയിച്ചു. അതുകൊണ്ട് പ്രിയരെ, ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ അറിവിന് അപ്പുറം ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് ഏറ്റുപറയുന്ന ഒരു നന്ദിയുള്ള ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.